ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബിയ്യങ്കായിൽ പോയ വീഡിയോ ഇടണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിയ്യങ്കായിൽ പോയ വീഡിയോ ആണ്. അങ്ങനെ നമ്മളൊരു 5 മണി ആ ഒരു സമയത്താണ് ബിയ്യങ്കായിൽ എത്തിയത് കേട്ടോ. നല്ല അടിപൊളി വൈബാട്ടോ. ആ ഒരു സമയത്ത് അധികം വെയിലൊന്നുമില്ല, നല്ല ആംബിയൻസ്. പിന്നെ ഇവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിപ്പ് ലൈന്, കയാക്കിങ് റൈഡ്, സൈക്കിൾ റൈഡ്, പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതിലൊന്നും കയറിയിട്ടോ. സംഭവം എന്താ വെച്ചാൽ പേടിയാണ്. ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിലൊക്കെ കയറണം. കയാക്കിങ് റൈഡൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ പേടിയാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിനുള്ളൊരു ധൈര്യമില്ല. അത് കാരണമാണ് നമ്മൾ ഇറങ്ങാത്തത് കേട്ടോ. സിപ്പ് ലൈന് ഒരാൾക്ക് 300 ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. പിന്നെ കയാക്കിങ് റൈഡ് ഒരാൾക്ക് 200 അരമണിക്കൂറിന്. അത് കുഴപ്പമില്ല തോന്നുന്നു. അരമണിക്കൂർ നമുക്ക് വെള്ളത്തിൽ എൻജോയ് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ സിപ്പ് ലൈനിന് പോകുന്നതും കയാക്കിങ് റൈഡും സൈക്കിൾ റൈഡൊക്കെ ഇങ്ങനെ കണ്ട് അവിടുത്തെ കാറ്റും കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു വൈബ് കേട്ടോ. ഈ ബിയ്യങ്കായിൽ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് കടലുണ്ടായിരുന്നു. അപ്പോൾ ഐഷുമോള് വെള്ളത്തേക്ക് ഇട്ട് കൊടുത്ത സമയത്ത് ഇതാ കരിമീൻ, നമ്മുടെ കാലിൻ്റെ തൊട്ട് താഴായിട്ട് ഇതാ കരിമീൻ, ആ കണ്ടമാനം മീൻ. ഇവർ ഫാമിലി ആയിട്ട് കടല തിന്നാൻ വന്നാൽ തോന്നുന്നു അറിയാം. നല്ല അത്യാവശ്യം വലിപ്പമുള്ള മീനാട്ടോ. ഇവിടുന്ന് പിടിക്കാനുള്ള പെർമിഷനൊന്നും ഇല്ല തോന്നുന്നു. കാരണം ആരും അങ്ങനെ പിടിക്കുന്നതൊന്നും കാണാനില്ല. പിന്നെ അധികം മീനുണ്ടല്ലോ, ആരും പിടിക്കണമൊന്നുമില്ല. ചെറുതും വലുതുമായിട്ട് ഒരുപാടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് അവിടെ തൂക്കുപാലമുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് തൂക്കുപാലത്തിൻ്റെ മുകൾക്ക് പോയൊക്കെ പറഞ്ഞു. തൂക്കുപാലത്തിൻ്റെ മുകളിലാകുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളിങ്ങനെ പോണ സമയത്താണ് ഇതൊരു ചെടി, പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ കാട്ടിലൊക്കെ കണ്ടിരുന്നൊരു ചെടി. അപ്പോൾ അത് കണ്ടപ്പോൾ അതും വീഡിയോയിൽ എടുത്തിട്ടു. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തിലോട്ട് കയറിയിട്ട് അവിടുത്തെ വ്യൂ അടിച്ചിട്ട് കേട്ടോ. അങ്ങനെ തൂക്കുപാലത്തിൽ കയറിയ സമയത്ത് പെരും മഴ അങ്ങോട്ട് പെയ്തു. അതുവരെ ഇല്ലാത്ത മഴ അങ്ങോട്ട് പെയ്തു. എല്ലാവരും ഇറങ്ങി ഓടിട്ടോ. കുറേ ആളുകൾ അവിടെ നിന്നു, ഞാനും അവിടെ നിന്നു. ആ സമയത്ത് അവിടുത്തെ ഒരു വൈബ്, എന്താ ഒരു വ്യൂ, അടിപൊളിയാണ്. മഴ പെയ്യുമ്പോഴും ആളുകൾ മഴ പെയ്യുന്ന സമയത്തും ഇതട്ടോ കയാക്കിങ് റൈഡും സിപ്പ് ലൈനിലൊക്കെ പോകുന്നുണ്ട്. ആളുകൾക്ക് മഴ എന്നൊരു വിഷയമല്ല. ഞാൻ കുറേ മുമ്പ് അവിടെ പുറത്തൂരൊരു കായലുണ്ട്, അത് കാണാൻ പോയതാണ്. കായൽ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ ബിയ്യങ്കായലിലെത്തിയത്. അടിപൊളിയായിട്ട് നിങ്ങൾ നോക്കി, എന്താ ഒരു വൈബ്. അങ്ങനെ മഴ കൂടിയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിട്ടോ. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല, എന്തായാലും മൊത്തത്തിൽ നനയും തോന്നിയ സ്ഥിതിക്ക് ഞങ്ങൾ താഴേക്ക് വന്നു. ഇത് താഴെന്ന് എടുത്ത വീഡിയോ. ഇപ്പോഴൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്, പക്ഷേ അവർക്കൊന്നും അതൊരു വിഷയമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം മഴയായി. പിന്നെ വൈകുന്നേരം സമയമായി, ഏകദേശം 6:30 ആ ഒരു ടൈം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്കെന്തായാലും തിരിച്ച് പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോരാൻ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല കേട്ടോ, കാരണം അവിടുത്തെ ആ ഒരു വ്യൂ തന്നെ കേട്ടോ സംഭവം. അവിടുന്ന് പോരാനേ തോന്നുന്നില്ല. പിന്നെ പോകുന്നല്ലേ പറ്റൂ, മഴയല്ലേ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബിയ്യങ്കായിൽ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ പോവുക. കായലിനരികെ എന്നാണ് ഈ സ്പോട്ടിന് പറയുക. അതാ വെള്ളത്തിൻ്റെ നടുവിൽ കണ്ടില്ലേ, കായലിനരികെ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുക, എന്തായാലും ഇഷ്ടമാവും കേട്ടോ, അടിപൊളിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് പെരും മഴ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബിയ്യങ്കായിൽ പോയ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.